രക്ഷാപ്രവർത്തന അന്വേഷണ അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല. സസ്പെൻഷൻ പോലുള്ള കടുത്ത നടപടിക്ക് തക്ക കുറ്റാരോപണം SIT റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് വിവരം. അതേസമയം റിപ്പോർട്ട് ലഭിച്ചതിനു പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി ADGPയോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അന്വേഷിച്ച പ്രത്യേക സംഘം സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലും ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഇല്ലെന്നാണ് വിവരം. അതിനാൽ സസ്പെൻഷൻ പോലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകില്ല. അതേസമയം വകുപ്പുതല നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് ആഭ്യന്തര വകുപ്പ് നൽകുന്നത്. റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ അജിത് കുമാറിനോട് സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. വിശദീകരണം കൂടി ലഭ്യമായ ശേഷം ആഭ്യന്തര സെക്രട്ടറിക്ക് DGP റിപ്പോർട്ട് നൽകും. വകുപ്പുതല നടപടിയെടുത്ത് പ്രശ്നം പരിഹരിക്കാനാണ് ആഭ്യന്തര വകുപ്പും ആലോചിക്കുന്നത്. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നാൽ രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്നാണ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെയും വിലയിരുത്തൽ. അതേസമയം IPS തലപ്പത്തെ ഗ്രൂപ്പ് പോരും വിവാദങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസ് ഉയർത്തിയ വിഷയത്തിൽ കുറ്റാരോപിതരായവർക്കെതിരെ കടുത്ത നടപടിയെടുക്കാത്തത് സംഘടനയ്ക്കുള്ളിൽ കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചേക്കും. ഈ മാസം അവസാനം ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ MR അജിത് കുമാറിന് DGP റാങ്ക് ലഭിക്കേണ്ടതാണ്. എന്നാൽ അന്വേഷണമോ കേസോ ഉണ്ടെങ്കിൽ പദവി ലഭിക്കില്ല. ഇത് മറികടക്കാനാണ് നടപടി വൈകിപ്പിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അജിത് കുമാർ ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തയാളാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഊഴം വെച്ച് RSS നേതാക്കളെ കണ്ട ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ എന്നും ഭരണം മാറിയതുകൊണ്ട് നിലപാടിൽ മാറ്റമില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.